ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ ഡെയിലി നമ്മൾ സെൻറ്റൻസുകളാണ് പഠിക്കുന്നത്. ഈ സെൻറ്റൻസുകളോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമർ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുമ്പം എന്തൊക്കെ രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അതുപോലെ പ്രിപ്പോസിഷൻസ് വേണ്ടതും വേണ്ടാത്തതും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഓക്സിലറീസ് വെർബുകളൊക്കെ മാറുന്ന മെത്തേഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഡെയിലി ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് ഇംഗ്ലീഷുകൾ പഠിച്ചെടുക്കാനായിട്ട് പറ്റും, സംസാരിക്കാനായിട്ട് പറ്റും. വീഡിയോ മുടങ്ങാതെ കാണുക കേട്ടോ. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ, നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. ഇപ്പൊ കുട്ടികളോട് പറയാറുണ്ട്, ടീച്ചേഴ്സ് വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, പല സിറ്റുവേഷനിലും നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ കഴിഞ്ഞൊരു കാര്യമാണ് ഈ പറയുന്നത്, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ, അതായത് നീ കേട്ടില്ല എന്നാണ്. സോ യു ഡിഡിൻ ലിസൺ ടു വാട്ട് ഐ സെഡ്. യു ഡിഡിൻ ലിസൺ ടു വാട്ട് ഐ സെഡ്. വാട്ട് ഐ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്നാണ്. ഓക്കെ, അതെനിക്ക് പിടികിട്ടിയില്ല. അത് എനിക്ക് പിടികിട്ടിയില്ല എങ്ങനെ പറയാം? അതായത് ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഐ ഡിഡിൻ ഗെറ്റ് ദാറ്റ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ഐ ഡിഡിൻ ഗെറ്റ് ദാറ്റ്. അതെനിക്ക് പിടികിട്ടിയില്ല. ഇനി നമുക്ക് ഇങ്ങനെയും പറയാം, ഐ ഡിഡിൻ ക്യാച്ച് ദാറ്റ് എന്നും പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, അത് ശരിയാണ്. അത് ശരിയാണ്. ദാറ്റ്സ് റൈറ്റ്. ദാറ്റ്സ് റൈറ്റ്. അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ് അല്ലേ. അത് ചെയ്യാൻ, ഒരു കാര്യം ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പം ഫുൾ A+ വാങ്ങാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അത് ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ്, ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ ട്രൈ എന്നാണ് നമ്മുടെ ശ്രമം എന്നുള്ള വെർബ്. ഞാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പം ഐ എം ട്രൈയിങ് ടു ഡു ദാറ്റ്. ഐ എം ട്രൈയിങ് ടു ഡു ദാറ്റ്. ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പഠിക്കണം. അതിനാണ് ഐ ആം. ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ്. ആരെ കൂടെയാണ് ആം യൂസ് ചെയ്യാം? ഐന്റെ കൂടെയാണ്. അതുപോലെ ഓൺ ദ സ്പോട്ടിൽ പറയുന്ന ഈ ദിവസം നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് ആയ ഹീയുടെ കൂടെയുള്ള വെർബുകളും ഓക്സിലറീസ് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ മുടങ്ങാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ കാര്യം പഠിച്ചു വരാനായിട്ട് പറ്റും. വെറുതെ നമ്മൾ ഗ്രാമർ പഠിച്ചിട്ട് കാര്യമില്ല. ഗ്രാമറിനോടൊപ്പം നമ്മൾ സംസാരം കൂടി പഠിച്ചു വരണം. ഓക്കെ, ഐ എം ട്രൈയിങ് ടു ഡു ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ്, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ്. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ്. നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എപ്പോഴും യൂസ് ചെയ്യാറുള്ള സെന്റൻസ് ആണല്ലേ. ഓക്കെ, നീ പറഞ്ഞത് ശരിയായിരിക്കും. യു മൈറ്റ് ബി റൈറ്റ്. യു മൈറ്റ് ബി റൈറ്റ്. ഇവിടെ പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഡൗട്ട് വെച്ച് പറയാണല്ലോ. സോ യു മൈറ്റ് ബി റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്, എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയാറുണ്ടല്ലോ. എനിക്കതിൽ താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ വരാം എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഓട്ടോക്കാരോട് പറയാറുണ്ട്. അതുപോലെ പല സിറ്റുവേഷനിലും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. വെയിറ്റ് എ മൊമെന്റ്, ഐ വിൽ കം. വെയിറ്റ് എ മൊമെന്റ്, ഐ വിൽ കം. ഒന്ന് വെയിറ്റ് ചെയ്തോളൂ, ഞാൻ വരാം. ഓക്കെ, നെക്സ്റ്റ്, എന്താണ് നടക്കുന്നത് ഇവിടെ? ഇപ്പം എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. ഇനി ഒരു വഴക്ക് കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഒരു ഫൈറ്റ് കൂടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, എന്താണ് നടക്കുന്നത് ഇവിടെ? എങ്ങനെ ചോദിക്കാം? വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. ഗോയിങ് ഓൺ ഹിയർ, ഇവിടെ നടക്കുന്നത്, പോകുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഗോയിങ് ഓൺ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നടക്കുന്നത് ഇവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. ഓക്കെ, നെക്സ്റ്റ്, അതൊന്നും വലിയ കാര്യമല്ലെന്ന് പറയാറുണ്ടല്ലോ. അതൊന്നും വലിയ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അതൊന്നും വലിയ കാര്യമല്ല. ഓക്കെ, നെക്സ്റ്റ്, നീ ഇങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു അല്ലേ, അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നീ ഇങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു, നീ ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ യു ഷുഡ് എന്ന് യൂസ് ചെയ്ത് പറയും. എന്നാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ആണ് പറയുന്നത്. നീ ഇങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു. യു ഷുഡിൻ ഹാവ് ഡൺ ദാറ്റ്. യു ഷുഡിൻ ഹാവ്
done that. അതായത് നീ ഇങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും. ഇവിടെ നമ്മൾ യു ഷുഡിൻറ്റ് ഹാവ് ഡൺ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പൊ ഇങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ദിസ് ആണ് പറയാറില്ല. അപ്പൊ ഇതെന്താ, കഴിഞ്ഞ കാര്യമാണ്. അതായത് നീ അത് ചെയ്യേണ്ടില്ലായിരുന്നു എന്നുള്ള ഒരു മീനിങ്ങിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ യു ഷുഡിൻറ്റ് ഹാവ് ഡൺ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ഇപ്പോൾ ചെയ്യേണ്ടില്ലാത്തൊരു കാര്യമാണെങ്കിൽ ദിസ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ആർക്കും വരരുത്. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് തോട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, അത് സംഭവിച്ചേക്കാം അല്ലേ? ഒരു ഉറപ്പൊന്നുമില്ല, ഒരു ഡൗട്ട് വെച്ച് നമ്മൾ പറയാറുണ്ട് അത് സംഭവിച്ചേക്കാം. ദാറ്റ് മൈറ്റ് ഹാപ്പൻ. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു, പൂർത്തിയാക്കി എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ ഓൾമോസ്റ്റ് പൂർത്തിയാക്കി. ഈ ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ഓക്കെ, നെക്സ്റ്റ്, പരമാവധി ആളുകൾ പങ്കെടുക്കണം എന്ന് പറയാറുണ്ട്. പരമാവധി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ഭാഷയിൽ മാക്സിമം എന്ന് പറയാം. പരമാവധി ആളുകൾ പങ്കെടുക്കണം. ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാകാം, ഇങ്ങനെ പറയാം, മാക്സിമം പീപ്പിൾ ഷുഡ് പാർട്ടിസിപ്പേറ്റ്. മാക്സിമം ആളുകൾ അല്ലെങ്കിൽ പരമാവധി ആളുകൾ പങ്കെടുക്കണം. ഓക്കെ, നെക്സ്റ്റ്, കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇവിടെ ഇരിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇവിടെ ഇരിക്കണം. കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് എന്ന് യൂസ് ചെയ്ത് പറയാം. യു ഷുഡ് സ്റ്റേ ഹിയർ ഫോർ, അതായത് സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമാണ്. യു ഷുഡ് സ്റ്റേ ഹിയർ ഫോർ അറ്റ്ലീസ്റ്റ് 2 hours. ഓക്കെ, ഇനി നമ്മളിങ്ങനെ പറയാണ്, കുറഞ്ഞ ബാലൻസ് 1000 രൂപയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമം എന്ന് യൂസ് ചെയ്യുന്നത്. ദ മിനിമം ബാലൻസ് ഈസ് 1000 rupees. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. മിനിമം, മാക്സിമം, അറ്റ്ലീസ്റ്റ്, ഓൾമോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളതാണ്, മാറിപ്പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ചെറിയ മീനിങ്ങുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ മലയാള സെൻറ്റൻസുകളുടെ ഇടയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ചാനലിലെ കാര്യം ആരും മറക്കരുത്. അതിൽ ഒരുപാട് വെർബുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. വെർബുകളില്ലാതെ ഒരിക്കലും നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.